ഇപ്പോൾ നാം ശ്രവിക്കുവാൻ വേണ്ടി പോകുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. യേശുനാഥ അങ്ങെത്ര നല്ലവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. യേശു അപ്പാ അങ്ങെന്നു വന്നിടും, കണ്ടിടുവാൻ കൺകൾ കൊതിച്ചിടുന്നേ. യേശുനാഥ അങ്ങെത്ര നല്ലവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. യേശു അപ്പാ അങ്ങെന്നു വന്നിടും, കണ്ടിടുവാൻ കൺകൾ കൊതിച്ചിടുന്നേ. പ്രാണനാഥ അങ്ങെന്നു വന്നിടും, കാത്തു കാത്തു നോക്കി ഞാൻ പാർത്തിടുന്നു. പ്രാണനാഥ അങ്ങെന്നു വന്നിടും, കാത്തു കാത്തു നോക്കി ഞാൻ പാർത്തിടുന്നു. കാത്തു കാത്തു നോക്കി ഞാൻ പാർത്തിടുന്നു. കാത്തു കാത്തു നോക്കി ഞാൻ പാർത്തിടുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും അറിയിക്കുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന 1 തെസ്സലോനിക്കർ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞു പോന്നു എന്ന് നിങ്ങൾ അറിയാമല്ലോ. തെസ്സലോനിക്ക വിശ്വാസികൾക്ക് അറിയാവുന്ന, അവർ മനസ്സിലാക്കിയ ഒരു കാര്യം പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ്. അവരെ ഓർപ്പിക്കുന്ന കാര്യം, പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ചെയ്തതായ ശുശ്രൂഷ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, ഈ കാര്യങ്ങളാണ് അവരെ ഓർപ്പിക്കുന്നത്. ഞങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരെയും, തെസ്സലോനിക്ക വിശ്വാസികളിൽ ഓരോരുത്തരെയും പൗലോസിന് അവരുടെ ആത്മീയ പൂർത്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നതായി നമ്മളിവിടെ കാണുന്നു. ഓരോ വിശ്വാസിയും ആത്മീയമായി അപൂർത്തിപ്പെടണം എന്നുള്ള ഭാരവും താല്പര്യവും ആഗ്രഹവും പൗലോസിനുണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലസഭയിലെ കുഞ്ഞുങ്ങളെ, യുവതിവാക്കന്മാരെ, പ്രായമായവരെ, അതുപോലെ സഹോദരിമാര് എല്ലാവരും ആത്മീയമായി അപൂർത്തിപ്പെടണം എന്നുള്ള വലിയ ഭാരവും വലിയ ആഗ്രഹവും വലിയ താല്പര്യവും അതിനുവേണ്ടിയുള്ള പരിശ്രമവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എല്ലാവരും ആത്മീയമായി അപൂർത്തിപ്പെടുമ്പോഴാണ് ആ സഭ ആത്മീയമായി ഉണർത്തപ്പെടുന്നത്. അങ്ങനെ ഉണർത്തപ്പെടുമ്പോൾ കർത്താവിൻ്റെ വലിയ നിലവിളക്കായി സാക്ഷ്യമായിട്ട് ശോഭിക്കുവാൻ കാരണമാകുന്നു. അതിനുവേണ്ടി പൗലോസ് എന്ത് ചെയ്യുന്നു? പൗലോസും തെസ്സലോനിക്ക വിശ്വാസികളും തമ്മിലുള്ള ബന്ധം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പൻ മക്കളെ എന്ന പോലെ. അപ്പൻ മക്കളെ എന്ന് പറയുമ്പോൾ തെസ്സലോനിക്ക വിശ്വാസികളുടെ ആത്മീയ പിതാവ് എന്ന നിലയിൽ, അവരെ രക്ഷയിലേക്ക് നടത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പൗലോസിന് ആ ആത്മീയ മക്കളുടെ ആത്മീയ അപൂർത്തിയെക്കുറിച്ചുള്ള വലിയ ഭാരം ഉണ്ടായിരുന്നു. മാത്രമല്ല, ആ അപ്പൻ എന്നുള്ള നിലയിൽ അവരോട് ആധികാരികമായിട്ടും അവരോട് ഏറ്റവും സ്വാധീനത്തോടെയും ഇടപെടുവാനുള്ളതായ ഒരു ബന്ധം പൗലോസിനുണ്ടായിരുന്നു. ആ ബന്ധം ഉപയോഗിച്ച് അവരെ ആത്മീയ പൂർത്തിയിലേക്ക് നടത്തുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥലസഭയിലെ ദൈവമക്കളുടെ ആത്മീയ പൂർത്തിയെക്കുറിച്ചുള്ളതായ വലിയ ഭാരം, അതിനുവേണ്ടിയുള്ളതായ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്കിടയാകണം എന്ന് ഇവിടെ നിന്ന് വ്യക്തമാകുകയാണ്. പൗലോസ് കൊരിന്ത്യ വിശ്വാസികളോടും ഈ കാര്യം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 1 കൊരിന്ത്യർ അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 15-16 വാക്യങ്ങളിൽ, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്, ആകയാൽ എൻ്റെ അനുകാരികൾ ആകുവീൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. കൊരിന്ത്യരോട് പൗലോസ് പറയുന്നത്, അവരെ സുവിശേഷത്താൽ ജനിപ്പിച്ച പൗലോസിന്റെ അനുകാരികൾ അഥവാ പൗലോസിന്റെ ജീവിതം മാതൃകയാക്കണം എന്നാണ്.
കാരണം പൗലോസ് ക്രിസ്തുവിൻ്റെ അനുകാരിയായിരുന്നു എന്ന് ഇതിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുകയും. എത്ര നല്ല മാതൃക പ്രിയ ദൈവമക്കളെ! നമ്മളായിരിക്കുന്ന സഭയിൽ, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ മാതൃകയാക്കി ജീവിക്കുവാനും ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി നമ്മിലൂടെ അനേകർ ക്രിസ്തുവിനെ കണ്ട് ആ മാതൃക പിന്തുടരുവാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഇവിടെ വ്യക്തമാകുകയാണ്. നാം ആ മാതൃക പ്രകാരം ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാനായിട്ടുള്ള വലിയ ആഗ്രഹവും താല്പര്യവും നമുക്കുണ്ടാകണം. മറ്റുള്ളവർ ക്രിസ്തുവിൻ്റെയിലേക്ക് ആദായപ്പെടുവാൻ, മറ്റുള്ളവർ ക്രിസ്തുവിനെ പിൻഗമിപ്പാൻ നാം മാതൃകളായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതിനുവേണ്ടി പൗലോസ് ചെയ്യുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. ദൈവത്തിന് യോഗ്യമായിട്ട് ഈ തെസ്സലോനിക്ക വിശ്വാസികൾ ജീവിപ്പാൻ പൗലോസ് ചെയ്യുന്നതായ 3 കാര്യങ്ങൾ ഇവിടെ പൗലോസ് വ്യക്തമാക്കുകയാണ്. 1, അവരെ പ്രബോധിപ്പിക്കുന്നു, അവരെ ഉത്സാഹിപ്പിക്കുന്നു, അവരെ സാക്ഷ്യം പറഞ്ഞു പോരുന്നതായി നമുക്കിവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. പ്രബോധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ നടക്കുന്നത് പോലെ ഇനിയും അതിൽ വർദ്ധിച്ചു വരയണം എന്ന് ഞങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഇപ്പോൾ പൗലോസിന്റെ പ്രബോധന വിഷയം ഈ വിശ്വാസികൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളതായിരുന്നു. മാത്രമല്ല 5-ാം അധ്യായത്തിന് 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ, പൗലോസിൽ നിന്ന് ഇവർ മനസ്സിലാക്കുകയും അവരനുവർത്തിക്കുകയും ചെയ്ത ഒരു കാര്യം, അന്യോന്യം പ്രബോധിപ്പിക്കുന്നു, തമ്മിൽ ആത്മീയവർദ്ധനവ് വരുത്തിയും പോരുവീൻ. അഥവാ തുടർമാനമായി അത് ചെയ്യണം. പ്രബോധനത്തിലൂടെ എന്ത് സംഭവിക്കണം? ആത്മീയമായ വർധനവുണ്ടാകണം. അത് മൂപ്പന്മാരുടെയോ സുശിഷ്യന്മാരുടെ മാത്രം ഉത്തരവാദിത്വമല്ല. അന്യോന്യം പ്രബോധിപ്പിക്കണം, എല്ലാവരും പ്രബോധിപ്പിക്കണമെന്ന് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇങ്ങനെ പ്രബോധിപ്പിക്കുകയും അധ്വാനിക്കുകയും ഭരിക്കുകയൊക്കെ ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് 5:12 നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ പ്രബോധനത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. നാം ഇടയലേഖനങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് ഇക്കാര്യം ഇടയന്മാരെ ഓർപ്പിക്കുകയാണ്. തിമോത്തിയോസിനോട് പറയുന്നുണ്ട്. അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തിമോത്തിയോസിനോട് പറയുകയാണ്, തിമോത്തിയോസെ, നീ ഈ ശുശ്രൂഷ ചെയ്യണം, നീ അതിൽ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. മാത്രമല്ല 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മൂത്തവനെ ഭത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പ്രബോധിപ്പിക്കാം. അപ്പോൾ പ്രബോധനം ഓരോരുത്തരെയും നടത്തുമ്പോൾ അത് പൂർണ്ണ നിർമ്മലതയോടെ ആയിരിക്കണം എന്ന് പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. അതുപോലെ തീത്തോസിനോടും ആ കാര്യം പറയും. നമ്മൾ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. വളരെ പൂർണ്ണ ഗൗരവത്തോടുകൂടി ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പ്രബോധനത്തിന് വലിയൊരു സ്ഥാനം നമ്മുടെ കൂടിയൊരുകളിൽ ഉണ്ട്. അത് നാം നിറവേറ്റേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മറ്റൊരു കാര്യം ഉത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ഉത്സാഹിപ്പിക്കേണ്ടത്? അത് എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 10-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്ക് ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. അപ്പൊ സ്നേഹത്തിനും സൽപ്രവർത്തികൾക്ക് ഉത്സാഹം ഉണ്ടാകണം, ഉത്സാഹിപ്പിക്കണം എന്നുള്ളത് നമ്മൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അന്യോന്യം ഉത്സാഹിപ്പിക്കുക, അന്യോന്യം ആ ഉത്സാഹത്തെ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുക. നാം തീത്തോസിനെ കുറിച്ച് വായിക്കുന്നത് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവൻ അത്യുത്സാഹിയാകയാൽ എന്ന് നാം വായിക്കുന്നു. അപ്പോൾ തീത്തോസിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഉത്സാഹത്തിന് നല്ലൊരു മാതൃകയായിരുന്നു. ഉത്സാഹിയായി തീർന്ന തീത്തോസിനെ പൗലോസ് ഉത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ പരസ്പരം ഉത്സാഹിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. മാത്രമല്ല, സാക്ഷ്യം പറഞ്ഞു പോകുന്നു എന്ന് പറയുന്നുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ
21 പൗലോസ് പറയുന്നു, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിക്കുന്നു. ഇപ്പോൾ പൗലോസിന്റെ ഒരു വലിയ ശുശ്രൂഷയാണ് സാക്ഷീകരിക്കുക കർത്താവിങ്കിലേക്കുള്ള മാനസാന്തരം. അതുപോലെ വിശ്വാസത്തെക്കുറിച്ച് യഹൂദന്മാരെന്നോ യവനന്മാരെന്നോ വ്യത്യാസമില്ലാതെ സാക്ഷീകരിക്കുക. അതിന് 26 വാക്യത്തിലേക്ക് വരുമ്പോൾ സാക്ഷീകരണം ഒരു മുന്നറിയിപ്പായിട്ട് നാം കാണുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. പൗലോസ് പറയാണ്, ഇതൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തന്നുകൊണ്ട് നിങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സാക്ഷ്യം പറയുന്ന പൗലോസിനെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, നമുക്ക് അന്യോന്യം പ്രബോധിപ്പിക്കാം, അന്യോന്യം ഉത്സാഹിപ്പിക്കാം, അന്യോന്യം സാക്ഷ്യം പറഞ്ഞ് നമ്മുടെ ആത്മീയവർദ്ധനവിന് വേണ്ടി ജീവിക്കാം. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.